രണ്ട് സൈഡിൽ നിന്നും നല്ല അടിപൊളി ഫാമിലീനെ കിട്ടിയിട്ടുണ്ട്. കാരണം എല്ലാത്തിനും സപ്പോർട്ട് നിൽക്കുന്ന കുറേ ഫാമിലീനെ കിട്ടിയിട്ടുണ്ട്. അത് തന്നെ എൻ്റെ ഏറ്റവും വലിയ ഗ്രേറ്റ് ബ്ലെസ്സിങ് ആണ്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ ചേഞ്ച് ഒക്കെ ഉണ്ടല്ലേ, കുറേ ദിവസത്തിന് ശേഷം വീഡിയോ ഒക്കെ എടുക്കുന്നത്. അതുകൊണ്ട് ഭയങ്കര വീണ്ടും ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ പോലെ. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ മാക്സിമം നോക്കാം. സോ കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു. കാരണം ഇന്നിപ്പോൾ 20-ാം തീയതി, ഇന്ന് വൈകുന്നേരം ഞാനൊന്ന് ദുബായ് വരെ പോവാണ്. ശരിക്കും വൈകുന്നേരം ഒരു 6 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങും. വെളുപ്പിന് 1:30-ക്കാണ് ഫ്ലൈറ്റ്. അയ്യോ, നല്ല പേടിയും ടെൻഷനും പോകുന്നതിൻ്റെതായ വിഷമവും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് ഇതൊക്കെ ഒരു മൊമെൻറ്റ്സ് അല്ലേന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് ക്യാപ്ചർ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ എൻ്റെ റിലേറ്റീവ്സ്, അപ്പച്ചിമാർ, ചേച്ചിമാർ, ചേട്ടന്മാർ എല്ലാവരും വന്നിട്ടുണ്ട്. കുറേ ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരെയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് പെട്ടി പാക്ക്. എനിക്ക് ഞാൻ അച്ഛൻ പോകുന്നതിന്, മാമ്മമാർ പോകുന്നതിന്, ചിറ്റപ്പന്മാർ പോകുന്നതിന് എല്ലാം പെട്ടി പാക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് പോകേണ്ട പെട്ടിയൊക്കെ പാക്ക് ചെയ്യുന്നൊരു സമയം വന്നപ്പോൾ എനിക്ക് എന്തോ ഒരു ടെൻഷനൊക്കെ മാതിരി. സോ എന്തായാലും വീഡിയോയിലേക്ക് പോകാം. ഫുൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണ്. ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. എനിക്കെല്ലാം തിരിഞ്ഞു പോകുന്നുണ്ട്. മുടി കെട്ടി എങ്ങനെയുണ്ടെന്ന് പറയാം. ഓക്കെ, ഇപ്പോൾ എന്തായാലും വീട്ടിലേക്ക് പോകാം. ഞാൻ നല്ല രീതിയിൽ ഇപ്പം പൊട്ടും എന്ന് പറഞ്ഞ് നിൽക്കുക. അപ്പോൾ എന്തായാലും വീഡിയോ കാണാം. വാവ്, ഇതാരൊക്കെയായി വന്നിരിക്കുന്നത് നോക്ക്. ഹായ് ഗായ്സ്. എനിക്കെന്തോ കാര്യമായിട്ട് ഗിഫ്റ്റൊക്കെ ആയിട്ടാ പറു വരുന്നത്. പക്ഷെ എനിക്ക് വയ്യ, നാണം വരും. ഒന്ന് കരയാവോ? എല്ലാവരുടെ അട്ടഹാസം കേട്ട് എന്റെ കുഞ്ഞ് ജിമ്മി പോന്നാ എന്റെ ശുണ്ട്രിമണിയാണോ ഇത്? അപ്പച്ചിന് പൊന്നെന്നേ എന്തിനാ കിടന്ന് അലറുന്നു? ഇതൊക്കെ ഏതാണ്? അതാ ഇത് ചൂടായിരിക്കും. ഇതെല്ലാം കൂടെ വലിച്ചു. എന്റെ ബാഗ് എന്തിയേ? കുറേ സാധനങ്ങൾ പെട്ടിക്കകത്ത്, കുറച്ച് തുണിയൊക്കെ കയറ്റി വെച്ചു. ബാക്കിയൊക്കെ ഇവിടെ നേരത്തേക്ക് ഇട്ടേക്കുന്നത്. ഡൈനിങ് ടേബിളിലൊക്കെ ഉണ്ട്. എല്ലാം കുറേ അവിടെ ഇവിടെയൊക്കെ ഇട്ടു. ഇതെൻ്റെ ഇളയ അപ്പച്ചി. ഹായ് പറ. ഹലോ. ഇതെൻ്റെ അച്ഛൻ്റെ അമ്മ. അമ്മൂമ്മ ഹായ് പറ. ഹായ്. ഇതെൻ്റെ അമ്മയുടെ അമ്മ. ഹായ് പറ. ഹായ്. ഈ ബാക്കി എല്ലാവരും കാണിച്ചു തരാം. ഇതിനെ പിന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലെന്ന് എനിക്കറിയാം. എന്നാലും ഒരു ഹായ് പറഞ്ഞേക്ക്. ഹലോ. ഇത് ഐശുവിൻ്റെ അമ്മ. ഐശുവിൻ്റെ അമ്മ ആദ്യമായിട്ടാണ് കാണുന്നല്ലേ. ഹായ്. ഇതിന് പിന്നെ പറയേണ്ട ആവശ്യമില്ല, എന്നാലും പറഞ്ഞേക്കാം. പാറു ഒരു ഹായ് പറ. പാറു പക്ഷെ വീഡിയോയ്ക്കകത്ത് ഓക്കെ. പാറു ആദ്യമായിട്ടാണ് വീഡിയോയിൽ വരുന്നത്. പക്ഷെ പാറുവിന് സ്വന്തമായിട്ടൊരു ചാനലൊക്കെ ഉണ്ട്. റൂൺ ഓഫ് സെല എന്നാണ് പറയുന്നത്. പക്ഷെ അത് എൻ്റെ ഇതിനകത്ത് കൂടെ ഇല്ല. ഞാൻ വേണേ ഒരു ഫ്രീ പ്രൊമോഷൻ എന്നുള്ള രീതിയിൽ. ഇതെൻ്റെ അമ്മയുടെ പൊന്ന്, ഇതെൻ്റെ ഷൊത്തുമണി. അയ്യടാ, എനിക്കങ്ങനെ ഫെറാറോ റോഷറിന്റെ ചെറിയ മിനി പാക്കേജ് ഇവന്മാരാരല്ലോ തന്നത്. എൻ്റെ കൊച്ചനെനിക്ക് കൊടുത്തു വിട്ടയാ. ഇത് ഇവന്മാർ കയ്യും വീശി തന്നെ. എടാ, നീക്ക് കയ്യും വീശിയല്ലേ എന്നെ കാണാൻ വന്നേ? നോക്കടാ ഇങ്ങോട്ട്. എടാ കാർത്തിക്, നീക്ക് കയ്യും വീശിയല്ലേടാ എന്നെ കാണാൻ വന്നേ? ഇത് പാവം എൻ്റെ കൊച്ചു കൊടുത്തയച്ചത്. ഇതിന്റെ ഒരു തുള്ളി പോലും ഇവന്മാർക്ക് ആർക്കും ഞാൻ കൊടുക്കത്തില്ല. ഒറ്റയ്ക്കിരുന്ന് ഞാൻ തിന്നു. ഇവന്മാരുടെ മുന്നേ ഇരുന്ന് ഞാൻ തിന്നു. ഞാൻ തുപ്പും. ഞാൻ എല്ലാത്തിനെ ഞാൻ തുപ്പും. എനിക്കിതൊന്നും വേണ്ടായിരുന്നു.
അയ്യടാ ഇല്ല, കൊച്ചയച്ചു കൊടുത്ത കൊച്ച് തന്നതാണ്, കൊച്ച് തന്ന ഗിഫ്റ്റാണിത്. ആ ഇവന്റെ കൊച്ച് എന്റെ മോന്റെ നാണം നോക്ക് പാറു. ദുഫായ് കരാമ വേണം, ഓർമ്മ ഞാൻ തന്നേക്കാം. എടി മോളെ ഞാൻ ഓർമ്മ ഇവന്മാർക്കെല്ലാം കൊടുത്തിട്ടുണ്ടേ. അവള് വ്ലോഗ് കാണുവാണെങ്കിൽ എന്നാടാ കാർത്തിക്. അയ്യോ നിനക്ക് നാച്ചുറൽ ആക്ടിങ് തിരിച്ചിങ്ങനെ തന്നേക്കാം. ആ കൊടുക്കാം. ഒരു മുട്ടാണോ, മുട്ടായി കണ്ടിട്ടില്ലാത്ത പിള്ളേരെ പോലെ ഒരെണ്ണം. ഹലോ ഒരെണ്ണം. ഇന്ന ഒരെണ്ണം എടുക്കണേ. ശ്രീലക്ഷ്മി എവിടെ നിന്നറിയോ? അമ്പാടിന്റെ കാമുകിന്റെ ഗിഫ്റ്റ്. ഞെട്ട്. നിനക്ക് പിന്നെ എത്ര മോനെ വേണ്ടേ? എനിക്ക് വേണ്ട. ഗിഫ്റ്റ് കിട്ടിയിരിക്കുന്ന എവിടെന്നാന്ന് വെച്ചാൽ അമ്പാളുടെ ഗേൾ ഫ്രണ്ട്. ഇതിനെ പറ്റി അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത്? ഒന്നും പറയാനില്ല എന്നാണ് അമ്മ പറയുന്നത്. അമ്പാളുടെ ഗേൾ ഫ്രണ്ട്. ഓക്കെ, ഇത് എത്രാമത്തെ ഗേൾ ഫ്രണ്ട് അമ്പാളുടെ എത്രാമത്തെ ഗേൾ ഫ്രണ്ട് ആണ് തന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റും? ആ ഉണ്ട്. നമ്മുടെ എത്രാമത്തെ ഗേൾ ഫ്രണ്ട് ആണ് നിങ്ങളോട് കമന്റ് ചെയ്യുക. ഇതാണ് നമ്മുടെ മക്കുച്ചേട്ടൻ. മക്കുച്ചേട്ടൻ ഹായ് പറ. ഹായ്. ഇത് ഐശുവിന്റെ ഭർത്താവ്, പത്നി എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ, ഭർത്താവ്. ഈ കുട്ടീന്റെ അച്ഛൻ. ബ്ലോഗ് ഞാൻ ടൂരിന്റെ വരും. ഹായ്. ഇവരെല്ലാം വൈകിട്ട് കരയാൻ നിൽക്കുന്നവരാ. നീയൊക്കെ എന്തിനു വന്ന ഇവിടെ? പെട്ടി വയ്ക്കാൻ കിണ്ണിക്ക് വന്നു, ഫോണിൽ കളിക്കാൻ കയറി കിടന്നു. ഇവിടെ അടുത്ത് ഗൾഫിൽ പോവാ, പെട്ടി ഒന്ന് പാക്ക് ചെയ്ത് തരാനുള്ള ഒരു ഉത്തരവാദിത്തം ഉണ്ടോടോ നിനക്കൊക്കെ? നിന്നെയൊക്കെ ഞാൻ എന്തിനു വിളിച്ചു വരുത്തിയ പെട്ടി കെട്ടാൻ? ഇന്നിക്ക് ഇങ്ങോട്ട് പോടോ. നോക്ക് കിടക്കുന്നുണ്ടോ? തലവഴി. നമ്മൾ നമ്മളുടെ പാക്കിങ്ങിലേക്ക് കടന്നിരിക്കുകയാണ്. ലിസ്റ്റുമായിട്ട് ഒരു ഭാഗത്തൂടി ഐഷു, ലിസ്റ്റിലുള്ള എല്ലാം ചെക്ക് ചെയ്യാൻ പാറു, മടക്കി വെക്കാൻ അമ്പാടി. ആദ്യം മുതലെടുത്തോ. ഇതാണ് നമ്മുടെ അച്ചു. അച്ചു സേ ഹായ്. അമ്മ എന്താ പരിഷ്കാരം. ഇത് നമ്മളുടെ ന്യൂസിലാൻഡ് കപ്പിൾസ്. ഇത് കണ്ണ സേ ഹായ്. എടാ എന്നാ പരിഷ്കാരം നോക്ക് മാറു. കണ്ണ എന്തേലും പറയടാ ഇതിനകത്ത് കാര്യം. അയ്യോടാ വലിയ കാര്യമായിടാ. ഇനി നമ്മൾ ദുഫായ് വ്ലോഗ്സ് കാണുന്നതായിരിക്കും. ഇനി നമ്മൾ ദുഫായ് വ്ലോഗ്സിലേക്കാണ് കടക്കുന്നത്. അതെ യാ. ഓക്കെ, അപ്പൊ അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഫുഡ് കഴിക്കൽ പരിപാടിയാണ്. അപ്പൊ ഇവിടെ എല്ലാവരും ഫുഡ് കഴിച്ചു തുടങ്ങിയപ്പോൾ നമുക്ക് എല്ലാവരെയും കുറച്ച് കണ്ടു വരാം. എന്താണ് അമ്പിളിയെ പറ്റി, ഫുഡിനെ പറ്റിയുള്ള അഭിപ്രായം? തുടങ്ങിയില്ല, ഒന്ന് വെയിറ്റ് ചെയ്യാൻ വേണ്ടി. എങ്ങനെയുണ്ട് അമ്മേ ഫുഡ്? സൂപ്പർ. എങ്ങനെയുണ്ട് അച്ഛാ ഫുഡ്? അതെ വീട്ടല്ല. ചിറ്റപ്പ ജെനുവിൻ റിവ്യൂ പറയാം. എങ്ങനെയുണ്ട്? കൊള്ളാം. പിന്നെ അല്ല, നമ്മളെ പറ്റി ഒരു മത്സരം പോലെ ഏറ്റെടുത്തിരിക്കുകയാണ്. ഒന്ന് തുടങ്ങിക്കോട്ടെ. അതെ ഒന്ന് ശല്യം ചെയ്യാണ്ടിരിക്കണം പ്ലീസ്.
ഇവിടെ പെട്ടി പൊട്ടി എല്ലാം കെട്ടിയിട്ട് പകുതിക്ക് എല്ലാവരും ഇട്ടിട്ട് പോയി. അതെ, വ്ളോഗ് വിട്ടൊരു കളി നമുക്കിനിയില്ല. ഇനി എല്ലാം ദുബായ് വ്ളോഗ്സിലേക്കാണ് നിങ്ങൾ കടക്കാൻ പോകുന്നത്. ചിറ്റപ്പ എങ്ങനെയുണ്ട്? കൊള്ളാം, ഇഷ്ടപ്പെട്ട്, സൂപ്പർ. പിന്നെ അല്ല, നമ്മളെ വെച്ച് കഴിച്ചില്ല. നമ്മളെ വെച്ച് കഴിക്കട്ടെ, കഴിക്കുന്നതിനെ വരെ ഞാനിവിടെ റിവ്യൂവിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണം. അങ്ങനെ എടുത്തിട്ട് പൊന്നോ, ഒട്ടും ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒറിജിനൽ തന്നെ. കപ്പയുണ്ട്, മീനുണ്ട്, മീൻ പീര പറ്റിച്ചതുണ്ട്, ചിക്കനുണ്ട്, പാവയ്ക്ക ഫ്രൈ ചെയ്തതുണ്ട്, പിന്നെ കൂമ്പ് തോരനുണ്ട്, നാരങ്ങ അച്ചാറുണ്ട്, പപ്പടമുണ്ട്. മോനെ പൊളി തന്നെ. പിന്നല്ല, ഇതിനെ വിളിച്ച് ഒരു നേരത്തെ ആഹാരം തരണമെന്ന് എനിക്കുണ്ടായിരുന്നു. എങ്ങനെയുണ്ട് ആഹാരമൊക്കെ? ഇഷ്ടമായോ? സന്തോഷം. എങ്ങനെയുണ്ട് കൊച്ചച്ച? പൊളി, വാവ്. എങ്ങനെയുണ്ട് പൊന്ന? എങ്ങനെയുണ്ട്? കൊള്ളാവോ? കൊള്ളത്തില്ല, നമുക്കൊരു മൂടില്ല. എങ്ങനെയുണ്ട് സുധേപ്പച്ചി? അടിപൊളി, വാവ്. ചോറ് കഴിക്കാം. നമ്മുടെ നമുക്ക് കപ്പ, എനിക്ക് ഇത്ര കപ്പ വേണ്ട. ചോദിച്ചിട്ടല്ലേ വിളമ്പിയത്? പക്ഷേ എനിക്ക് അത്ര വേണ്ട. കപ്പ വേണ്ടേടാ നിനക്ക്? കപ്പ വേണ്ടേ? ചട്ടി അപ്പോൾ ഞാൻ ഇവിടെ എത്തിയിട്ട് ഇപ്പോൾ ഏകദേശം 2 ദിവസമായി. ഞാൻ ഇപ്പോഴാണ് ശരിക്കും നാട്ടിൽ നിന്ന് വരുന്ന വ്ളോഗും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഈ കരയാണ്ട് ഈ വ്ളോഗ് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ എന്നിട്ട് കുറേ തവണ വിചാരിച്ചു വേണ്ട മാറ്റി വെക്കാം, ഈ വ്ളോഗ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഞാൻ വിചാരിച്ചു ഇതൊക്കെ എൻ്റെ ഒരു മൊമെൻറ്റ്സ് അല്ലേ, കാരണം ഞാൻ ഒന്ന് വരുന്നു, ലൈക്ക് ജോബായിട്ടുള്ള വിസിറ്റേഴ്സൊക്കെ വരുവാണ് എങ്കിൽ പോലും എത്ര പേരാണ് എനിക്ക് വേണ്ടിയിട്ട് അവരുടെ ടൈം കളഞ്ഞിട്ട് എന്നെ ഒന്ന് കാണാൻ വരാം. ലൈക്ക് ഞാൻ ഇറങ്ങുന്ന ടൈമിൽ ആ വീട്ടിൽ ഫുള്ള് റിലേറ്റീവ്സ് ആയിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ ഇതിനൊക്കെ സ്നേഹമല്ലാണ്ട് ഞാൻ വേറെ ഒന്നും തിരിച്ചു കൊടുക്കാൻ പോലും എല്ലാവർക്കും. എല്ലാവരും വന്നു കണ്ടു, ആ ഒരു ദിവസം ഫുൾ മെമ്മറബിൾ ഡേ പോലെ ആക്കി. എനിക്ക് അത്രയും സന്തോഷിച്ചു. വൈകുന്നേരം കുറച്ച് കരഞ്ഞെങ്കിലും ഫുൾ ടൈം എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു. അത്രയും ഹാപ്പി ആയിരുന്നു. അന്ന് വരാൻ പറ്റാത്തവർ അതിൻ്റെ തലേദിവസമായിട്ടൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആണ്. ലൈക്ക് അച്ഛൻ്റെ സൈഡിൽ നിന്നാണല്ലോ അമ്മേൻ്റെ സൈഡിൽ നിന്ന് ഇത്രയും സപ്പോർട്ട് ആയിട്ടുള്ള ഫാമിലീസിനെ കിട്ടുക. ബിക്കോസ് എല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യമല്ല അത്. ഒന്നെങ്കിൽ ലൈക്ക് അച്ഛൻ്റെ ഫാമിലി അല്ലെങ്കിൽ അമ്മേൻ്റെ ഫാമിലി, ഏതെങ്കിലും ഒരു ഫാമിലി കിട്ടുള്ളൂ. ബട്ട് എനിക്ക് 2 സൈഡിൽ നിന്നും നല്ല അടിപൊളി ഫാമിലീനെ കിട്ടിയിട്ടുണ്ട്. കാരണം എല്ലാത്തിനും സപ്പോർട്ട് നിൽക്കുന്ന കുറേ ഫാമിലി എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് തന്നെ എൻ്റെ ഏറ്റവും വലിയ ഗ്രേറ്റ് ബ്ലെസ്സിങ് ആണ്. പിന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, അവളെ പറ്റി പറയാണ്ടിരിക്കാൻ പറ്റുമല്ലോ. അശ്വിത് എനിക്ക് നല്ല മിസ് ചെയ്യുന്നുണ്ട് നിന്നെ. കാരണം എനിക്ക് എല്ലാത്തിനും എനിക്കൊന്ന് ചുമ്മാ മിറ്റത്തോട്ട് ഇറങ്ങണേ പോലെ ഞാൻ അവളെ വിളിക്കുമ്പോൾ ആ വണ്ടി എടുത്തിട്ട് വന്ന് നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനത്തെ ഒരു ഇതായിരുന്നു നമ്മൾ 8th മുതൽ ഒരുമിച്ച് പഠിച്ചെങ്കിലും എനിക്ക് തോന്നി ഈ ഒരു 1 year ആയിട്ടാണ് നമ്മൾ ഇത്രയും അറ്റാച്ച്ഡ് ആയിട്ടുള്ളത്. ഇത്രയും നമ്മൾ സിങ്ക് ആയിട്ടുള്ള ഈ ഒരു 1 year ഗ്യാപ്പിലാണ്. എനിക്കപ്പോൾ എല്ലാവരെയും നല്ല മിസ് ചെയ്യുന്നുണ്ട്. ഈ കരയാണ്ട് ഇത് എഡിറ്റ് ചെയ്യാനേ പറ്റുന്നില്ല. ഞാൻ എന്നിട്ട് 2 ദിവസം ഇത് എഡിറ്റ് ചെയ്തിരുന്നത് ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് സെറ്റ് ആവട്ടെ, ഇവിടുത്തെ ആ ഒരു എൻവയോൺമെൻറ്റൊക്കെ ആണെന്ന് ഓക്കെ ആവട്ടെ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഞാൻ ഞാൻ ഇന്ന് ഫ്രീ ആയിട്ടിരുന്നപ്പോൾ എഡിറ്റ് ചെയ്യാമെന്ന് കരുതി. ബട്ട് എൻ്റെ കയ്യിൽ നിന്ന് കംപ്ലീറ്റ് പോയി. എനിക്ക് എല്ലാവരെയും മിസ് ചെയ്യുന്നുണ്ട്. ബട്ട് കുഴപ്പമില്ല, ഞാൻ എല്ലാവരെയും വിളിച്ച് അത്യാവശ്യം വെറുപ്പിക്കുന്നുണ്ട്. ഞാൻ ഈ 2 ദിവസമായി വന്നിട്ടെങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്ന എല്ലാവരെയും ഞാൻ വിളിച്ച് വെറുപ്പിച്ചിട്ടുണ്ട്.
എനിവേ താങ്ക് യു ഫോർ കമ്മിങ് ഇൻ ടു മൈ ലൈഫ് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരോടും ഒരുപാട് നന്ദി. എന്നെ ഇതുപോലെ വീണ്ടും സ്നേഹിക്കുക. എന്തായാലും ഫുൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്.